ആകാശവാണി. വിദ്യാഭ്യാസ രംഗം. വിജയവാണി. SSLC പരീക്ഷാ സഹായി. ബയോളജിയെ ആസ്പദമാക്കിയുള്ള ആദ്യ ക്ലാസ് കേൾക്കാം. അവതരിപ്പിക്കുന്നത് കന്യാകുളങ്ങര ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക രേഖ PG. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 10ാം ക്ലാസ്സിലെ നിങ്ങളുടെ പൊതുപരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പഠനൊരുക്കങ്ങൾ ആരംഭിക്കേണ്ട സമയമായി അല്ലേ? എങ്കിൽ ജീവശാസ്ത്രത്തിലെ ആദ്യ 2 അധ്യായങ്ങളിലെ പ്രധാന ആശയങ്ങൾ നമുക്കൊന്ന് ഓർത്തു നോക്കാം. അറിയാനും പ്രതികരിക്കാനും എന്ന ആദ്യ അധ്യായത്തിൽ നമ്മുടെ ശരീരത്തിലെ പ്രധാന അവയവ വ്യവസ്ഥയായ നാഡീവ്യവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. ഒച്ചിനെ തൊടുമ്പോൾ അതിൻ്റെ ശരീരം ഉള്ളിലേക്ക് വലിയുന്നു. ഇവിടെ 2 കാര്യങ്ങളാണ് നടന്നത് അല്ലേ? ഒച്ച് ശരീരം ഉള്ളിലേക്ക് വലിച്ച പ്രതികരണവും അതിന് കാരണമായ സ്പർശവും. ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണകളാണ് ഉദ്ദീപനങ്ങൾ അല്ലെങ്കിൽ സ്റ്റിമുലസ്. ചുറ്റുപാടിൽ നിന്നുള്ള ഇത്തരം ഉദ്ദീപനങ്ങളെ ബാഹ്യ ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നു. ബാഹ്യ ഉദ്ദീപനങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കൂട്ടുകാർ കണ്ടെത്തുമല്ലോ. വിശപ്പ്, ദാഹം മുതലായ ആന്തരിക ഉദ്ദീപനങ്ങളും പ്രതികരണങ്ങൾ സൃഷ്ടിക്കുന്നവയാണ്. ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുന്ന സവിശേഷ കോശങ്ങളാണ് ഗ്രാഹികൾ. ഗ്രാഹികൾ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുകയും അനുയോജ്യമായ സന്ദേശങ്ങൾ രൂപപ്പെടുത്തി തലച്ചോറിലെത്തിക്കുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് ന്യൂറോൺ അഥവാ നാഡീകോശം. കോശസ്തരം, കോശദ്രവ്യം, ന്യൂക്ലിയസ് എന്നിവയെല്ലാം മറ്റെല്ലാ കോശങ്ങളെയും പോലെ നാഡീകോശത്തിനുമുണ്ട്. പക്ഷേ ഘടനയിൽ ധാരാളം പ്രത്യേകതകൾ നാഡീകോശത്തിനുണ്ട്. പാഠപുസ്തകത്തിലെ ന്യൂറോണിൻ്റെ ഘടന വ്യക്തമാക്കുന്ന ചിത്രീകരണം നന്നായി മനസ്സിലാക്കണം. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കാൻ കഴിയുന്ന ഭാഗമായ ഡെൻഡ്രൈറ്റ്, കോശശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തുവായ ഡെൻഡ്രോൺ, കോശശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് വഹിക്കുന്ന നീളം കൂടിയ തന്തു ആക്സോൺ, ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിലെത്തിക്കുന്ന ആക്സോണിൻ്റെ ശാഖകളായ ആക്സോണൈറ്റ് എന്നിവ ന്യൂറോണിൻ്റെ പ്രധാന ഭാഗങ്ങളാണ്. ഒരു ന്യൂറോണിൻ്റെ അവസാന ഭാഗം എന്ന് പറയാവുന്ന സിനാപ്റ്റിക് നോബ് ആക്സോണൈറ്റിൻ്റെ അഗ്രഭാഗം കൂടിയാണ്. ഇവിടെ നിന്ന് നാഡീയ പ്രേഷകം സ്രവിപ്പിക്കപ്പെടുന്നു. മിക്ക ആക്സോണുകളെയും മൈലിൻ എന്ന സ്തരം ആവർത്തിച്ച് വലയം ചെയ്യുന്നു. അതാണ് മൈലിൻ ഷീത്ത്. ആക്സോണിന് ആവശ്യമായ പോഷകഘടകങ്ങൾ ഓക്സിജൻ എന്നിവ നൽകുക, ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക, വൈദ്യുത ഇൻസുലേറ്ററായി വർത്തിക്കുക എന്നിവയൊക്കെ മൈലിൻ ഷീത്തിൻ്റെ ധർമ്മങ്ങളാണ്. മറ്റൊരു പ്രധാന ധർമ്മം കൂടിയുണ്ടല്ലോ എന്നാകും കൂട്ടുകാർ ചിന്തിക്കുന്നത്. അതേതാണെന്ന് കണ്ടെത്തൂ. മൈലിൻ ഷീത്ത് രൂപം കൊള്ളുന്നത് ഷ്വാൻ കോശങ്ങൾ കൊണ്ടോ ഒലിഗോഡെൻഡ്രോസൈറ്റുകൾ എന്ന സവിശേഷ കോശങ്ങൾ കൊണ്ടോ ആകാം. നാഡികളിലെ മൈലിൻ ഷീത്ത് ഷ്വാൻ കോശങ്ങളാലും മസ്തിഷ്കം, സുഷുമ്ന എന്നിവിടങ്ങളിലെ മൈലിൻ ഷീത്ത് ഒലിഗോഡെൻഡ്രോസൈറ്റുകൾ കൊണ്ടുമാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഗ്രാഹികൾ ഉദ്ദീപനങ്ങളെ സ്വീകരിച്ച് സന്ദേശങ്ങൾ രൂപപ്പെടുത്തുകയും ആ സന്ദേശങ്ങൾ വൈദ്യുത പ്രവാഹമായി നാഡീകോശത്തിലൂടെ പ്രേഷണം ചെയ്യപ്പെടുകയും ചെയ്യും. ഇപ്രകാരം ആക്സോണിൽ നിന്നും വൈദ്യുത ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിലെത്തുമ്പോൾ നാഡീയ പ്രേഷകങ്ങൾ എന്ന രാസവസ്തുക്കൾ അവിടെ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അസറ്റൈൽ കൊളൈനും ഡോപ്പാമിനും ഉദാഹരണം. ഈ നാഡീയ പ്രേഷകങ്ങൾ സ്രവിപ്പിക്കപ്പെടുന്നത് സിനാപ്സിലേക്കാണ്. സിനാപ്സിൻ്റെ ചിത്രീകരണവും അനുബന്ധ വിശകലനവും കൂട്ടുകാർ നന്നായി പുസ്തകത്തിലൂടെ മനസ്സിലാക്കണം. നാഡീവ്യവസ്ഥയ്ക്ക് കേന്ദ്ര നാഡീവ്യവസ്ഥ, പെരിഫറൽ നാഡീവ്യവസ്ഥ എന്നിങ്ങനെ 2 വിഭാഗങ്ങളുണ്ട്. മസ്തിഷ്കം, സുഷുമ്ന എന്നിവ ഉൾപ്പെടുന്നതാണ് കേന്ദ്ര നാഡീവ്യവസ്ഥ. എന്നാൽ 12 ജോഡി ശിരോനാഡികൾ, 31 ജോഡി സുഷുമ്നാ നാഡികൾ എന്നിവ ഉൾപ്പെടുന്നതാണ് പെരിഫറൽ നാഡീവ്യവസ്ഥ. പെരിഫറൽ നാഡീവ്യവസ്ഥയ്ക്ക് സ്വതന്ത്ര നാഡീവ്യവസ്ഥ എന്നൊരു ഉപഘടകം കൂടിയുണ്ട്. ബോധതലത്തിന് വെളിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സിമ്പതറ്റിക് വ്യവസ്ഥയും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും ചേർന്ന സ്വതന്ത്ര നാഡീവ്യവസ്ഥയാണ്. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമായ മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് പ്രധാനമായും തലയോട്, മെനിഞ്ചസ് എന്നിവയാലാണ്. എന്താണ് സെറിബ്രോസ്പൈനൽ ദ്രവമെന്നും അതിൻ്റെ ധർമ്മങ്ങളും തീർച്ചയായും മനസ്സിലാക്കുമല്ലോ. ബയോളജി പരീക്ഷയ്ക്ക് ഉറപ്പായും ഉണ്ടാകുന്ന ചോദ്യമാണ് ചിത്രം പകർത്തിവരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക എന്നത്. ഇതിൽ വളരെ സാധ്യത കൽപ്പിക്കുന്ന പാഠഭാഗമാണ് മസ്തിഷ്കം. സെറിബ്രം, സെറിബെല്ലം, തലാമസ്, ഹൈപ്പോതലാമസ്, മിഡ്ല ഒബ്ലോങ്കേറ്റ എന്നിവയാണ് മസ്തിഷ്കത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ.
ഓരോ ഭാഗത്തിൻ്റെയും സവിശേഷതയും ധർമ്മവും വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ മനസ്സിലാക്കണം. അതുപോലെ ചിത്രം പകർത്തിവരച്ച് അടയാളപ്പെടുത്താൻ ആവശ്യപ്പെടുന്ന ഭാഗങ്ങൾ നമ്മൾ വരച്ച ചിത്രത്തിൽ തന്നെ പേരെഴുതി അടയാളപ്പെടുത്താൻ കൂട്ടുകാർ മറക്കരുത്. കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ ഭാഗമായ സുഷുമ്ന മെഡുല ഒബ്ലോങ്കേറ്റയുടെ തുടർച്ചയാണ്. സുഷുമ്ന നട്ടെല്ലിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഡോഴ്സൽ റൂട്ട്, വെൻട്രൽ റൂട്ട് എന്നിവ ചേർന്നുണ്ടാകുന്ന 31 ജോഡി സുഷുമ്നാ നാഡികൾ സുഷുമ്നയിൽ നിന്ന് പുറപ്പെടുന്നുണ്ട്. സുഷുമ്നയുടെ ഘടന, സുഷുമ്നാ നാഡികളുടെ പ്രവർത്തനം എന്നിവയും കൂട്ടുകാർ മനസ്സിലാക്കുമല്ലോ. കൂട്ടുകാരെ, ചൂടുള്ള വസ്തുവിൽ തൊടുമ്പോൾ നമ്മൾ വേഗത്തിൽ കൈ പിൻവലിക്കാറില്ലേ? ഇത്തരത്തിൽ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രതികരണങ്ങളാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ. സംവേദനാഡി, ഇന്റർന്യൂറോൺ, പ്രേരകനാഡി എന്നിവ റിഫ്ലക്സ് പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. റിഫ്ലക്സ് ആർക്ക് ചിത്രീകരിക്കാൻ ശ്രമിക്കുമല്ലോ. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന 3 തകരാറുകളാണ് അൽഷിമേഴ്സ്, പാർക്കിൻസൺസ്, അപസ്മാരം. ഈ രോഗാവസ്ഥകളുടെ കാരണം, ലക്ഷണം എന്നിവ നമുക്ക് പരിശോധിക്കാം. മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലേയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നതും ന്യൂറോണുകളുടെ നാശവും അൽഷിമേഴ്സ് രോഗത്തിന് കാരണമാകുന്നു. കേവലമായ ഓർമ്മകൾ പോലും നഷ്ടപ്പെടുന്നു എന്നതാണ് പ്രധാന ലക്ഷണം. ശരീരത്തുലന നഷ്ടപ്പെട്ടു പോകുന്ന പാർക്കിൻസൺസ് രോഗത്തിന് കാരണം മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശമോ ഡോപ്പാമിൻ എന്ന നാഡീയപ്രേഷകത്തിന്റെ ഉൽപ്പാദനക്കുറവോ ആകാം. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്നതും വളരെ സാധാരണമായി കണ്ടുവരുന്നതുമായ അപസ്മാരത്തിന് കാരണം തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുതപ്രവാഹം ഉണ്ടാകുന്നതാണ്. തുടരെയുള്ള സന്നി, വായിൽ നിന്ന് നുരയും പതയും വരിക എന്നിവയാണ് അപസ്മാരത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ഇനി നമുക്ക് അറിവിന്റെ വാതായനങ്ങൾ എന്ന 2ാമത്തെ അധ്യായത്തിലേക്ക് ശ്രദ്ധിക്കാം. വിവിധ ജ്ഞാനേന്ദ്രിയങ്ങളുടെ ഘടനയും പ്രവർത്തനവുമാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുന്നത്. നായയ്ക്ക് മണം പിടിക്കാനുള്ള കഴിവ് കൂടുതലാണെന്ന് കൂട്ടുകാർക്കറിയാം. മനുഷ്യന്റെ മൂക്കിലെ ഗന്ധഗ്രാഹി കോശങ്ങൾ നിരത്തിവയ്ക്കാൻ ഒരു പോസ്റ്റൽ സ്റ്റാമ്പിന്റെ പ്രതലം മതിയാകുമെങ്കിൽ ഒരു നായയുടെ മൂക്കിൽ വലിയ ഒരു തൂവാലയിൽ ക്രമീകരിക്കാൻ തക്കവണ്ണമുള്ള ഗന്ധഗ്രാഹി കോശങ്ങൾ ഉണ്ട് എന്നത് തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണം. വിവിധ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളിൽ വ്യത്യസ്ത തരം ഗ്രാഹികളുണ്ട്. പ്രധാന ജ്ഞാനേന്ദ്രിയമായ കണ്ണിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം എന്നിങ്ങനെ 3 പാളികൾ കണ്ണിനുണ്ട്. കണ്ണിന് ദൃഢത നൽകുന്ന ദൃഢപടലം കൺജങ്ക്റ്റീവ എന്ന സ്ഥലത്താൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ദൃഢപടലത്തിന്റെ മുൻഭാഗം സുതാര്യവും പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന കോർണിയ എന്ന ഭാഗമാണ്. ധാരാളം രക്തക്കുഴലുകൾ കാണുന്ന മധ്യപാളിയിൽ ഐറിസ്, പ്യൂപ്പിൾ എന്നിവ കാണപ്പെടുന്നു. പ്രകാശഗ്രാഹി കോശങ്ങൾ കാണപ്പെടുന്ന ആന്തരപാളിയിൽ പീതബിന്ദു, അന്തബിന്ദു എന്നിങ്ങനെ 2 പ്രധാന ഭാഗങ്ങളുണ്ട്. അക്യൂസ് ദ്രവം, വിട്രിയസ് ദ്രവം എന്നിങ്ങനെ 2 ദ്രവങ്ങളും കണ്ണിലുണ്ട്. ഓരോന്നിൻ്റെയും സവിശേഷതകൾ കൂട്ടുകാർ മനസ്സിലാക്കണം. ഐറിസിലെ വലയപേശിയുടെയും റേഡിയൽ പേശിയുടെയും പ്രവർത്തനത്തിലൂടെയാണ് പ്യൂപ്പിളിന്റെ വലിപ്പം ക്രമീകരിക്കപ്പെടുന്നത്. അടുത്തും അകലെയുമുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുത്തി പ്രതിബിംബത്തെ റെറ്റിനയിൽ തന്നെ രൂപപ്പെടുത്താനുള്ള കണ്ണിന്റെ കഴിവിനെയാണ് സമഞ്ജനക്ഷമത എന്ന് പറയുന്നത്. റോഡ് കോശങ്ങൾ, കോൺകോശങ്ങൾ എന്നിവയാണ് ആന്തരപാളിയായ റെറ്റിനയിലെ പ്രധാന പ്രകാശഗ്രാഹി കോശങ്ങൾ. മങ്ങിയ വെളിച്ചത്തിൽ പോലും കാണാൻ സഹായിക്കുന്ന റോഡ് കോശങ്ങളിൽ റോഡോപ്സിൻ എന്ന കാഴ്ചാവർണ്ണകവും വർണ്ണക്കാഴ്ചയ്ക്ക് സഹായിക്കുന്ന കോൺകോശങ്ങളിൽ ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ അയഡോപ്സിൻ എന്ന കാഴ്ചാവർണ്ണകവും ഉണ്ട്. പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ പ്രകാശഗ്രാഹി കോശങ്ങളിലെ വർണ്ണകങ്ങൾ വിഘടിക്കുകയും ആവേഗങ്ങൾ രൂപപ്പെട്ട് നേത്രനാഡിയിലൂടെ സെറിബ്രത്തിലെത്തുകയും ചെയ്യുമ്പോഴാണ് കാഴ്ച എന്ന അനുഭവം ഉണ്ടാകുന്നത്. നിശാന്തത, സിറോഫ്താൽമിയ, വർണ്ണാന്തത, ഗ്ലോക്കോമ, തിമിരം എന്നിവ നേത്രവൈകല്യങ്ങളും ചെങ്കണ്ണ്, കണ്ണിനുണ്ടാകുന്ന അണുബാധയുമാണ്. അക്യൂസ് ദ്രവത്തിന്റെ പുനരാകിരണം നടക്കാതെ വരുമ്പോൾ കണ്ണിലെ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. ഇതുപോലെ മറ്റ് നേത്രവൈകല്യങ്ങളുടെ കാരണം കണ്ടെത്തി പട്ടികയായി സൂക്ഷിച്ചു വയ്ക്കണം. മറ്റൊരു പ്രധാന ജ്ഞാനേന്ദ്രിയമായ ചെവിയെക്കുറിച്ച് നോക്കാം. കേൾവിക്ക് സഹായിക്കുന്നതിനൊപ്പം ശരീര തുലനനില പാലിക്കുന്നതിനും ചെവി സഹായിക്കുന്നു. ചെവിക്കുട, കർണനാളം, കർണപടം എന്നിവ ഉൾപ്പെടുന്ന ബാഹ്യകർണം, അസ്ഥിശൃംഖല, യൂസ്റ്റേഷ്യൻ നാളി എന്നിവ ഉൾപ്പെടുന്ന മധ്യകർണം, അർദ്ധവൃത്താകാര കുഴലുകൾ, വെസ്റ്റിബ്യൂൾ, കോക്ലിയ എന്നീ ഭാഗങ്ങളുള്ള ആന്തരകർണം എന്നിവയാണ് ചെവിയുടെ ഘടനയിൽ പ്രധാനമായും ഉൾപ്പെടുന്നത്. ഓരോ ഭാഗവും ചെയ്യുന്ന പ്രധാന ധർമ്മങ്ങൾ വളരെ കൃത്യതയോടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒച്ചിന്റെ തോടുപോലെ ചുരുണ്ടിരിക്കുന്ന കോക്ലിയയിൽ 3 അറകളുണ്ട്. അവിടെയുള്ള ബേസിലാർ സ്തരത്തിൽ കാണപ്പെടുന്ന സവിശേഷ രോമകോശങ്ങളാണ് ശബ്ദഗ്രാഹികൾ. ബാഹ്യകർണത്തിലൂടെ എത്തുന്ന ശബ്ദതരംഗങ്ങൾ കർണപടത്തെ ചലിപ്പിക്കുന്നു. തുടർന്ന് അസ്ഥിശൃംഖലയുടെ ചലനം ഓവൽ വിൻഡോയിലെ സ്തരത്തെയും കോക്ലിയയിലെ ദ്രവത്തെയും ചലിപ്പിക്കുന്നു.
ഇതുമൂലം കോക്ലിയയിലെ ഓർഗൻ ഓഫ് കോർട്ടിയിലെ രോമകോശങ്ങൾ ഉത്തേജിപ്പിക്കപ്പെടുകയും ആവേഗങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ ആവേഗങ്ങൾ ശ്രവണനാഡി വഴി സെറിബ്രത്തിൽ എത്തി കേൾവി എന്ന അനുഭവം സാധ്യമാക്കുന്നു. ഇതുപോലെ ശരീര തുലനനില പാലിക്കാൻ വെസ്റ്റിബ്യൂൾ, അർദ്ധവൃത്താകാര കുഴലുകൾ, വെസ്റ്റിബുലാർ നാഡി എന്നിവ സഹായകമാകുന്നു. രുചി അറിയാൻ സഹായിക്കുന്നത് വായ്ക്കുള്ളിലും നാക്കിലുമുള്ള രാസഗ്രാഹികളാണ്. നാവിൻ്റെ ഉപരിതലത്തിലുള്ള പാപ്പിലകളിൽ കാണപ്പെടുന്ന രുചി അറിയിക്കുന്ന ഭാഗങ്ങളാണ് സ്വാദുമുകുളങ്ങൾ. സ്വാദുമുകുളങ്ങൾ ഉത്തേജിപ്പിക്കപ്പെടുമ്പോൾ ആവേഗങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ഇത് മസ്തിഷ്കത്തിലെത്തി രുചി എന്ന അനുഭവം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ ഗന്ധഗ്രാഹികളിലെ ഗന്ധനാഡികൾ ഉത്തേജിപ്പിക്കപ്പെടുകയും ആവേഗങ്ങൾ മസ്തിഷ്കത്തിലെത്തി നമുക്ക് മണം അനുഭവപ്പെടുകയും ചെയ്യുന്നു. വായ്ക്കുള്ളിലും നാക്കിലുമുള്ള രാസഗ്രാഹികൾ അല്ലെങ്കിൽ കീമോ റിസപ്റ്റേഴ്സ് ആണ് രുചി അറിയാൻ സഹായിക്കുന്നത്. ഇവ കൂടുതലായും കാണപ്പെടുന്നത് നാവിൻ്റെ ഉപരിതലത്തിലാണ്. ഇങ്ങനെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളെ പാപ്പിലകൾ എന്നാണ് അറിയപ്പെടുന്നത്. പാപ്പിലകളിൽ കാണപ്പെടുന്ന രുചി അറിയിക്കുന്ന ഭാഗങ്ങളാണ് സ്വാദുമുകുളങ്ങൾ. ഓരോ സ്വാദുമുകുളത്തിലും വ്യത്യസ്ത രുചികളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന രാസഗ്രാഹികളുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് വ്യത്യസ്തങ്ങളായ രുചികൾ തിരിച്ചറിയാൻ കഴിയുന്നതും. രുചിക്ക് കാരണമാകുന്ന രാസവസ്തുക്കൾ ഉമിനീരിൽ ലയിച്ച് രാസഗ്രാഹികളെ ഉദ്ദീപിപ്പിക്കുകയും ആവേഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ ആവേഗങ്ങൾ ബന്ധപ്പെട്ട നാഡികളിലൂടെ മസ്തിഷ്കത്തിലെത്തുകയും രുചി എന്ന അനുഭവം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. കൂട്ടുകാർ തീർച്ചയായും രുചി അറിയാൻ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ച ഫ്ലോചാർട്ട് നിർമ്മിച്ച് പഠിക്കാൻ ശ്രമിക്കണം. രുചി അറിയുന്നത് പോലെ തന്നെ ഗന്ധമറിയാൻ സഹായിക്കുന്ന ഗന്ധഗ്രാഹികൾ മൂക്കിൽ കാണപ്പെടുന്നുണ്ട്. വായുവിലൂടെ എത്തുന്ന ഗന്ധകണികകൾ നമ്മുടെ മൂക്കിലേക്ക് പ്രവേശിക്കുന്നു. ഗന്ധകണികകൾ മൂക്കിനുള്ളിലെ ശ്ലേഷ്മത്തിൽ ലയിക്കുന്നു. തുടർന്ന് ഗന്ധഗ്രാഹികൾ ഉത്തേജിപ്പിക്കപ്പെടുകയും ആവേഗങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നു. ഈ ആവേഗങ്ങളെ ഗന്ധനാഡി മസ്തിഷ്കത്തിലെത്തിക്കുകയും നമുക്ക് മണം അനുഭവപ്പെടുകയും ചെയ്യുന്നു. എല്ലാ ജ്ഞാനേന്ദ്രിയങ്ങളിലും ഗ്രാഹികൾ കാണപ്പെടുന്നു എന്ന് കൂട്ടുകാർക്കറിയാം. നമ്മുടെ ത്വക്കിൽ ഏതാണ്ട് 5 വ്യത്യസ്ത തരം ഗ്രാഹികളാണുള്ളത്. വേദന, തണുപ്പ്, സ്പർശം, മർദ്ദം, ചൂട് എന്നിവയെ സ്വീകരിക്കാൻ കഴിയുന്ന വ്യത്യസ്തങ്ങളായ ഗ്രാഹികൾ ത്വക്കിൽ കാണപ്പെടുന്നുണ്ട്. നമുക്ക് ചുറ്റുമുള്ള വിവിധ ജീവികളിൽ വ്യത്യസ്തങ്ങളായ ഗ്രാഹികൾ കാണപ്പെടുന്നുണ്ട്. അവയെക്കുറിച്ചുകൂടി നോക്കാം. പ്ലനേറിയയിൽ പ്രകാശം തിരിച്ചറിയാൻ കഴിയുന്ന ഐസ്പോട്ട് കാണപ്പെടുന്നുണ്ട്. ഈച്ചയിൽ ആയിരക്കണക്കിന് ചെറിയ കണ്ണുകൾ ചേർന്ന് ഒമാറ്റിഡിയ രൂപപ്പെട്ടിരിക്കുന്നു. ഒമാറ്റിഡിയയിൽ ധാരാളം പ്രകാശഗ്രാഹി സംവിധാനങ്ങൾ കാണപ്പെടുന്നുണ്ട്. സ്രാവിൻ്റെ ശരീരത്തിൻ്റെ ഇരുവശങ്ങളിലുമുള്ള പാർശ്വവരകൾക്കുള്ളിൽ തുലനനിലയിലുള്ള മാറ്റം തിരിച്ചറിയാൻ കഴിയുന്ന ഗ്രാഹികൾ കാണപ്പെടുന്നു. പാമ്പിൻ്റെ നാക്കിൽ പറ്റിപ്പിടിക്കുന്ന ഗന്ധകണികകൾ വായുടെ മുകൾ ഭാഗത്തുള്ള ജേക്കബ്സൺസ് ഓർഗനിലെത്തുന്നു. അപ്പോൾ അവിടെയുള്ള ഗന്ധഗ്രാഹികൾ ഉത്തേജിപ്പിക്കപ്പെടുന്നു. ജീവശാസ്ത്ര പരീക്ഷയ്ക്ക് മുന്നോടിയായി ആദ്യ 2 അധ്യായങ്ങളിലെ ആശയങ്ങൾ കൂട്ടുകാർ തിരിച്ചറിഞ്ഞല്ലോ. ചിത്രം പകർത്തിവരയ്ക്കാനുള്ള ചോദ്യം തീർച്ചയായും ചോദ്യപേപ്പറിലുണ്ടാകും എന്ന് നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതിനുവേണ്ടി നമുക്ക് പ്രാധാന്യം കൊടുക്കാൻ കഴിയുന്ന പാഠഭാഗങ്ങളാണ് ന്യൂറോണിൻ്റെ ഘടന, മസ്തിഷ്കത്തിൻ്റെ ഘടനയും ധർമ്മവും, കണ്ണിൻ്റെ ഘടനയും അതിൻ്റെ പ്രവർത്തനവും, ആന്തരകർണത്തിൻ്റെ ഘടന എന്നിവ. തീർച്ചയായും ഈ പറഞ്ഞ പാഠഭാഗങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ചിത്രം പകർത്തിവരയ്ക്കാൻ വേണ്ടി ചോദിച്ചു കാണാറുണ്ട്. പാഠപുസ്തക വായനയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി മറ്റ് ആശയങ്ങളും കൂട്ടുകാർ മനസ്സിലാക്കണം. ബയോളജിയിലെ തുടർന്ന് വരുന്ന അധ്യായങ്ങളെക്കുറിച്ച് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ബയോളജിയെ ആസ്പദമാക്കിയുള്ള ആദ്യ ക്ലാസ്സാണ് ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് കന്യാകുളങ്ങര ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക രേഖ PG. വിജയവാണി SSLC പരീക്ഷാ സഹായി. വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.